എടാ നമ്മൾ തിരുവനന്തപുരം മ്യൂസിയത്തിൽ പറഞ്ഞതെന്ന് വെച്ചാൽ ഈ ഭൂപ്രകൃതിയൊക്കെ ആസ്വദിച്ച് ഇത്തിരി സമാധാനം സ്വസ്ഥമായിട്ടൊക്കെ ഇരിക്കാനാണ്. ഈ ബാക്ക്ഗ്രൗണ്ടിലെ കണ്ടില്ലേ, അങ്ങനെ ഇരിക്കാനാണ് പറഞ്ഞത്. പക്ഷേ ഇവിടെ ഒരു അപരാധം കുറേ നാളായിട്ട് ചെയ്തു വെച്ചിരിക്കുകയാണ്. കണ്ട എന്തോ മിസൈലാണ് ഇരിക്കണേന്ന് വിചാരിക്കും, പക്ഷെ അതൊന്നുമല്ല. ഇത് ഇവിടുത്തെ JBLന്റെ ഒരു സ്പീക്കർ വെച്ചിരിക്കണേണ്. ഇത് ആണ് പഴയ റേഡിയോ വെച്ചിരിക്കുന്ന സ്ഥലം. പക്ഷെ ഇവിടെ ഇരുന്ന് കേൾക്കണവർക്ക് ഇവിടെ ഇരുന്ന് കേൾക്കാം, മനസ്സിലായില്ലേ? വൈകുന്നേരം ഇവിടെ എപ്പോഴും 24 hours ഇങ്ങനെ പാട്ട് കേട്ടുകൊണ്ടേയിരിക്കും, റേഡിയോയുടെ സംപ്രേഷണം കേട്ടുകൊണ്ടിരിക്കും. പക്ഷെ അതൊന്നും കേൾക്കാൻ താല്പര്യമില്ലാത്ത കുറേ ആൾക്കാർ കുറച്ച് ഇപ്പം ഏറ്റവും കൂടുതൽ നമുക്ക് ആവശ്യം എന്താണ്? പക്ഷേ ജനങ്ങൾക്ക് മറ്റേ ശാന്തതയാണ്. ആ ശാന്തത കിട്ടാൻ വേണ്ടി ഇവിടെ വരുമ്പോൾ യുവമാർ ഓരോ മറ്റേ കല്ലിൻ്റെ ഇടയിലും മൂക്കിൻ്റെ ഇടയിലും കൊണ്ടുവന്ന് ഈ സാധനം തിരികെ വെച്ചിരിക്കുക. ഇതുപോലത്തെ ഒരു സ്പീക്കർ ഈ മ്യൂസിയത്തിൻ്റെ പല ഭാഗത്ത് കൊണ്ട് വെച്ചിരിക്കുന്നത് വികസനമൊന്നും പറഞ്ഞ് കാണിച്ചൊരു അപരാധമാണ് ഈ സാധനം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവിടെ പാട്ട് കേൾക്കാനാണെങ്കിൽ നമുക്ക് അങ്ങനെ വീട്ടിൽ ഇതിനേക്കാളും നല്ലതൊക്കെ സൗണ്ട് ബാറും സൗണ്ട് സിസ്റ്റവും അല്ലെങ്കിൽ ഹെഡ്സെറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ വീട്ടിലിരുന്ന് കേട്ടാൽ പോരെ. ഇവിടെ നമ്മൾ എന്തിനാണ് പറഞ്ഞത്, മ്യൂസിയത്ത് ഇത്തിരി കാറ്റ് കൊള്ളാനും ഇത്തിരി മനഃശാന്തി കിട്ടാനും തിരക്കുള്ള ജീവിതങ്ങളിൽ നിന്നൊക്കെ ഒഴിഞ്ഞ് ഇത്തിരി സമാധാനമായിട്ടൊക്കെ ഇരിക്കാനാണ്. അപ്പോഴാണ് കാതിനകത്ത് ഒരു യുവന്മാർ വികസനം എന്ന് പറഞ്ഞ് സ്പീക്കർ കൊണ്ട് വെച്ചിരിക്കുന്നത്. പ്രേമിക്കാൻ പറഞ്ഞവർക്ക് ഇതൊന്നും ഇഷ്യൂ അല്ല, പക്ഷെ എന്നെ പോലെ ശാന്തത ആഗ്രഹിച്ചു വരുന്ന ആൾക്കാർക്ക് ഇതൊക്കെ വൻ സീനാണ്. കാരണം എല്ലായിടത്തും പാട്ടാ.